രണ്ടുപേരും കണ്ണടയൊക്കെ വെച്ച് ഇതിന്റെ രഹസ്യം എന്താ? ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെ? ഇതാണ് ഏറ്റവും ഗംഭീരം. ഇത് എന്റെ കണ്ണട, അത് വിശാഖന്റെ കണ്ണട അല്ലെ? ഇത് സ്വന്തം കണ്ണട. ഇല്ല, തോന്നിയില്ല. കാരണം എന്താ പറയുക, എനിക്ക് ധ്യാനോട് മാത്രമാണ് എനിക്ക് ഭയങ്കര ആത്മബന്ധമുള്ളത്. ഞാനത് എല്ലായിടത്തും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എത്തിയിട്ടുള്ളത്. സ്റ്റുഡിയോയില് ഇപ്പൊ ഫുൾ സെറ്റപ്പാ പുതിയ സ്റ്റുഡിയോ. കരൺ ജോഹറിന്റെ മറ്റേ കോഫി വിത്ത് കരൺ ജോഹർ വരുമെന്ന് അടിക്കാൻ ചുമ്മാ എനിക്ക്. നെറ്റ്ഫ്ലിക്സ് ഷോ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ. മണ്ടനാണോ കേട്ടോ ഇത്ര? ഞാൻ വെറുതെ മനുഷ്യനായി കഴിഞ്ഞ ശരിക്കും ചേട്ടന് സത്യത്തില് ഇവര് മൂന്നുപേരും വരണം. അതായത് പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ, ധ്യാൻ ശ്രീനിവാസൻ ഇതുവരെ പറഞ്ഞത് ഇല്ലായിരുന്നു. ഇവര് കിടക്കട്ടെ. നിവിൻ. അതെ, ഇതിപ്പോ എല്ലാവരുടെ പേര് എല്ലാരും വരണം നിർബന്ധമായിരുന്നു അല്ലേ? എത്ര വർഷം കല്യാണം? നടക്കുള്ളൂ. എത്ര പേര് ലേറ്റ് ആയിട്ട് വരുന്ന എത്ര പേരുണ്ട് ഗ്രൂപ്പിനൊക്കെ? ഈ ഇന്റർവ്യൂ നീ ലേറ്റ് ആയിട്ടല്ല ഞാൻ വന്നിട്ടില്ല, നീ വന്നേ. ഞാൻ പക്ഷെ ഇന്റർവ്യൂ ഇരുന്ന് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞില്ല നീ ഞാൻ മൂത്രം ഒഴിക്കുക. ഞാൻ ചേട്ടാ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഭയങ്കര പൃഥ്വിരാജ് ഫാൻ ബോയ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ രാജുവേട്ടന് വേണ്ടിയിട്ട് രാജുവേട്ടന് മറ്റേ സ്വപ്നക്കൂട് ചോക്ലേറ്റിലൊക്കെ ഉള്ള ഒരു സോൺ ഉണ്ടല്ലോ, ഭയങ്കര തമാശയും കളിച്ചിരിയും പ്രണയവും ഒക്കെ ഉള്ളത്. ആ ഒരു സോണിന് വേണ്ടിയിട്ട് രാജുവേട്ടൻ ഒരു പടം ആലോചിച്ചില്ല? ഞാൻ ആലോചിച്ചിട്ട് രാജുവേട്ടൻ മെസ്സേജ് അയച്ചതാ. 2 മീറ്റിംഗ് എടുത്തിട്ടുണ്ട്. മീറ്റിംഗ് എടുത്തതാ. പക്ഷെ എനിക്ക് തിരക്കായിരിക്കും. ട്രെയിലർ നോക്കുന്ന സമയത്ത് അതിലിപ്പോ പ്രണവിന്റെ ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എല്ലാ വാതിലും മുട്ടണം, ഏതെങ്കിലും ഒരു വാതില് തുറക്കും എന്നുള്ളത്. അപ്പം എത്ര വാതിലുകൾ മുട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാ എന്ത് പറയും? നമ്മളെ നെപ്പോ കിഡ്സ് അല്ലേ? കഥ ഇതുവരെ വിട്ടില്ലേ? ഇല്ല. കഥ വിടുവീണ അടുത്ത പിടിക്കേ. ഒന്നും പറയണില്ല ഡയറക്ടർ. എനിക്കൊന്നും പറയാനില്ല, ഇവര് പറയട്ടെ. പടത്തിന്റെ കഥയെങ്കിലും പറ കുറച്ച്. രണ്ടു മൂന്ന് പടങ്ങള് ഹിറ്റായി. അത് ആ സംവിധായകരുടെ കഴിവും ആ കഥയുടെ ഒരു പിൻബലത്തിലൊക്കെ ആ സിനിമ ഓടി. പക്ഷെ ഇവന് റേഞ്ച് ഇല്ല നടൻ എന്നുള്ള രീതിയിൽ. എല്ലാം നോക്കിക്കോ, എല്ലാം സെയിം പെർഫോമൻസ്. എല്ലാം എന്റെ റോൾ ഇവന് കൊടുക്കണ്ടേ? ഇവര് ഒരേപോലെ എല്ലാ പടത്തിലും അഭിനയിച്ചിട്ട് വലിയ പടം ഹിറ്റ് ആവുന്നില്ല. എന്റെ ഹിറ്റാവെങ്കിലും ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ ഒരു വ്യത്യാസമായില്ലേ? പക്ഷെ ഇതിന് ജാനമല്ലിന് മുന്നേയും ഇവര് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനു മുന്നേയും സിനിമയിൽ അഭിനയിച്ചിരുന്നു. അതൊന്നും സത്യം ഇവരില്ല ലക്ക്. അപ്പൊ ഇതിലേക്ക് എത്തുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോമ്പിനേഷനും ഒക്കെ ഉണ്ടല്ലോ. എവിടുന്നായിരുന്നു വർഷങ്ങൾക്ക് ശേഷം മനസ്സിൽ കൂടാൻ കാരണം? ഞങ്ങൾ ആ ക്യാരക്ടർ മാത്രം, നമ്മൾ എന്താണോ ആ സാധനം എന്താണ് അത് രാവിലെ ഡയറക്ടർ പറയും. എന്റെ മനസ്സിൽ ഇവനേക്കാൾ നന്നായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ. മ്യൂസിക് ഞാൻ സെറ്റിലുള്ളപ്പോ അവരുടെ ടീമായി എന്നെ തീർത്തു കളഞ്ഞു. ഞാൻ അന്നത്തെ ദിവസം ഇത്തിരി ഓഫായിരുന്നു, വയ്യാണ്ടായിപ്പോയി. ഭാഗ്യത്തിന് എനിക്ക് അങ്ങനത്തെ കടുകട്ടി സീനുകളൊന്നും ഉണ്ടായിരുന്നില്ല. പടത്തിലേ എങ്ങനെ താങ്കൾ പക്ഷെ നമ്മള് വന്നു കഴിഞ്ഞാൽ ഡയറക്ടർ നമ്മുടെ അടുത്ത് കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് എന്താണോ അത് നമ്മളങ്ങ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമ്മൾ ആക്ടേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അത്ര ചേച്ചി ബുദ്ധിപരമായ ഉത്തരവാണ് വേണ്ടത്. ധ്യാനോത്തരം പറ്റും. അല്ല
ഞാൻ പൊട്ടനാ ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കും ഞാൻ പൊട്ടനാ. പെട്ടെന്നൊരു കഥ പറഞ്ഞു. ഇങ്ങനെ ഇവര് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു കഴിവ് മുഖം നോക്കിയിട്ടല്ലേ പറയണേ, കൈ നോക്കിയിട്ട് പോലുമല്ല, ജാതകം ഒന്നും കാണിച്ചിട്ടില്ല. പെട്ടെന്ന് ഇവര് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇവിടെ എന്റെ ക്ലയന്റ് എപ്പോഴും വരുന്ന ഒരാൾ ഹൈദരാബാദിൽ നിന്ന് വന്നു, അവന് സ്റ്റേജ് 4 ക്യാൻസർ ആയിരുന്നു. അപ്പോ അവനെ കണ്ടപ്പോ എനിക്ക് തോന്നി മരണം, കാരണം ഇപ്പൊ അടുത്ത് അവൻ അറിയേണ്ടത് എപ്പം മരണം സംഭവിക്കും എന്നുള്ള അറിയാം, കാരണം ഓൾറെഡി പുള്ളിക്ക് അറിയാൻ മരിക്കണം. പക്ഷെ അത് 2 ദിവസം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അവന്റെ മരണം ഞാൻ മുൻകൂട്ടി കണ്ടു. എനിക്ക് കിട്ടിയത്രേ, കാര്യം അറിയാം. ഞാൻ അവനോട് ഇത് പറഞ്ഞില്ല. അപ്പോ പിന്നെ കറക്റ്റ് ഒരാഴ്ച 6 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസം അയാൾ മരിച്ചു. എനിക്ക് അവിടെ നിന്ന് വിളി വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അവൻ വിളിച്ചു പറഞ്ഞു അവൻ മരിച്ചു എന്ന്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. ഫാമിലി കാണുന്നതിന് മുന്നേ തന്നെ അപ്പൂപ്പൻ കാര്യം പറഞ്ഞു. ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ട്, സിനിമ പ്രൊഡക്ഷനിലോട്ട് വരരുത്. ബാക്കി ഏത് ബിസിനസ് വേണമെങ്കിലും ചെയ്തോളാം. അപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു കോള് വരുന്നത്. പക്ഷെ അത് കാരണം ഇപ്പം ദൈവം സജന്റെ ജീവിതം മാറ്റി മറിഞ്ഞു. അപ്പൂപ്പൻ ആ സമയത്ത് എന്നെ കണ്ടിട്ട് ഞാൻ ജനിച്ചിട്ടില്ല, ബാക്കി എന്റെ കസിൻസ് എല്ലാം ജനിച്ചായിരുന്നു. അപ്പൂപ്പൻ ജനിച്ചായിരുന്നോ? പല ദിവസം എന്റെ പറയാം, എവിടെ നിന്ന് കാശ് വന്നാലും അളിയാ മേടിച്ചോണം. ഞാൻ പറഞ്ഞ പോലെയാണ് ഞാൻ ഒബീഡിയന്റ്. അങ്കിള് പറഞ്ഞ പോലെ ഞാൻ ആർക്കും പറഞ്ഞത് മേടിച്ചു. അതുകൊണ്ട് എന്താ നമ്മൾ ഇന്ന് വെച്ചടി ആ പൈസ അതേപോലെ നമ്മൾ ഇരട്ടിയായിട്ട് കൊടുക്കും. അതായത് നമുക്ക് അങ്കിൾ ആ സമയത്ത് നമുക്ക് മറ്റേ ആർട്ടിസ്റ്റ് റെമ്യൂണറേഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ദേവസ്വം പടം നന്നായപ്പോ അങ്കിൾ തന്ന പൈസയും നമ്മളെ കൊണ്ട് ചെറിയൊരു ആർട്ടിസ്റ്റ് റെമ്യൂണറേഷൻ പോയി നമുക്ക് കൊടുക്കാൻ സാധിച്ചു. 1 രൂപയും കൂടെ വെച്ചിട്ട് കൊടുത്തു. അല്ലെ ഒരു പുതിയ താരത്തിന്റെ ഉദയമുണ്ടെന്നൊക്കെ കേട്ടായിരുന്നു. ആരും വരാത്തത് കൊണ്ട് പിന്നെ ഉടനെ പ്രൊഡ്യൂസർ എന്ന പിന്നെ കാശ് സേവ് ചെയ്യാൻ ഞാൻ തന്നെ കയറി അഭിനയിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞു. മദ്രാസിലായിരുന്നല്ലോ കൂടുതലും വേറെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 70s 80s ഒരു സിനിമ ഹബ് എന്ന് പറയുന്നത് മദ്രാസ് ആയിട്ട് നമ്മളിങ്ങനെ പറയായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് അങ്ങനെ കുറേ സ്ഥലങ്ങൾ തന്നെ വിനീതേട്ടൻ തന്നെ ലൊക്കേഷനൊക്കെ നോക്കാനൊന്നും ഒരുപാട് പാടുണ്ടായിട്ടുണ്ടാവില്ലായിരിക്കും അല്ലെ ഷൂട്ടിന്റെ സമയം? നമ്മൾ ആക്ച്വലി മദ്രാസിൽ ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല പാർവതി. നമ്മൾ മദ്രാസ് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തത് എറണാകുളത്താണ്. അപ്പൊ മദ്രാസ് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തത്. ടെയിലെന്താ ആക്ച്വലി ഞങ്ങള് അതിന്റെ സീൻ തന്നെ മാറ്റി വെച്ചു. അത് നമ്മുടെ ഏരീസില് നമ്മുടെ അസോസിയേറ്റ് ദൃശ്യം മോഡലായിരുന്നു ഇവർ ഉദ്ദേശിച്ചത്. ലൈറ്റ് ആയിട്ട് ടെയിലിന്റെ നമ്മൾ ആർക്കും കൊടുത്തില്ല. തിയേറ്ററിലുണ്ടാവില്ല മിക്കവാറും. അതാവണം. ഇതിന്റെ പേരിൽ ഇനി എന്താ പറയുക, വർഷങ്ങൾക്ക് ശേഷം 1 വർഷം, വർഷങ്ങൾക്ക് ശേഷം 100 ദിവസം, വർഷങ്ങൾക്ക് ശേഷം 10 വർഷം, അങ്ങനെ കണ്ടിട്ട് വീണ്ടും തള്ളിവരൊക്കെ ഇപ്പൊ ജീവിക്കാൻ കൊടുക്കണ പോലെ ഇന്റർവ്യൂ എടുക്കണം. അപ്പൊ അത് നീ ഉണ്ടാവുമോ? ഞാൻ ചേട്ടാ ഇപ്പൊ ഈ പടത്തിന്റെ ആദ്യത്തെ വലിയ അനൗൺസ്മെന്റും പരസ്യവും ഒക്കെ ചേട്ടൻ തന്നെയാണ്. അപ്പം ഇപ്പൊ ഇതിനെ പറ്റിയിട്ട് ഇപ്പൊ നമ്മൾ ചോദിക്കും എന്താ ഞാൻ ചേട്ടൻ തടി കുറച്ചു, ചേട്ടന്റെ പടല്ലേടാ. അപ്പൊ എങ്ങനെയുണ്ട് ചേട്ടന്റെ പടം, എങ്ങനെയുണ്ട് വർഷങ്ങൾക്ക് ശേഷം ചേട്ടന്റെ പടല്ലേടാ. അല്ലെങ്കിൽ വിഷുവിനും ആരായിരിക്കും വിന്നർ, ആവേശം ഇറങ്ങുന്നുണ്ട്. അന്ന് ആടുജീവിതം വിഷുവിന്റെ ടൈമിലായിരുന്നു കാസ്റ്റ് ചെയ്തിരുന്നത് ഇതാകാൻ വേണ്ടിട്ട്. അപ്പൊ എന്താ ആരായിരിക്കും വിന്നർ, എടാ ചേട്ടന്റെ പടല്ലേടാ. അപ്പൊ എല്ലാത്തിനും ചേട്ടന്റെ പടം എന്നുള്ളത് ഭയങ്കര പ്രൊമോഷൻ ആയിരുന്നു. ശരിക്കും ചേട്ടന്റെ പടം ഒരു ഹോപ്പാണോ, അത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വേറൊരു ഇതിലേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടോ? അതെനിക്ക് മറ്റേ നമ്മുടെ ഗോൾഡിന്റെ സമയത്ത് രാജുവേട്ടൻ പറയൂലേ, ഇതൊരു കംപ്ലീറ്റ് അങ്ങനെ വിചാരിച്ചാൽ മതി. ഇതിന് വിനീത് ശ്രീനിവാസൻ പടം. ഇനി തന്നെ പാടുജീവിതത്തിന്റെ വീഡിയോ അവർ ഇറക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം അന്ന് ജീവിച്ചൊരു ജീവിതമല്ലേ, നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ധ്യാൻ ചേട്ടന് നമ്മളങ്ങനെ ഷർട്ടില്ലാണ്ട് കണ്ടിട്ടില്ല തോന്നുന്നുണ്ടല്ലോ, അങ്ങനെ കണ്ടിട്ടില്ല. ഭയങ്കരമായിട്ട് ഞങ്ങൾ ഇറക്കുന്നുണ്ട്. സ്റ്റേജ് ഇല്ല ഞങ്ങളുടെ.
സെറ്റാക്ക് പവർ